ഗായ്സ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് തോന്നിയത് നൊങ്ക് വലിച്ച് കഴിക്കാൻ തോന്നിയത്. അപ്പോൾ അതിനുള്ള പ്രയത്നമാണ്. നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഇതാ കൃഷ്ണദാസ് ഉണ്ട്, ഡോക്ടർ കൃഷ്ണദാസ്. വരുണുണ്ട്. അപ്പോൾ വരുൺ ഇതിലേക്ക് കൊട്ടമരത്തിലാണോടാ ഏണി വെച്ച് കയറുന്നത്. അപ്പോൾ ഈ നൊങ്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരുണ്ട് ഇവിടെ, എല്ലാവരും ഉണ്ട്. ഗായ്സ്, ഇപ്പം നമ്മൾ നൊങ്ക് വലിക്കുമോ കഴിക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. அவனுக்கே ஜிங்கு ஜிங்குன்னு ஒரு மணி ஆடி நீங்க என்ன புல்லா ஏன் கேக்குறீங்க? இப்படி காஞ்சு போய் கிடக்குறீங்க. ഇത് യൂട്യൂബിലുണ്ട്. ഇല്ല ഞാൻ അപ്പോൾ നമ്മൾ മുണ്ട് ആണ് ഒരുത്തർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഡ്രസ്സ് മാറ്റാൻ പോയിട്ടുണ്ട്. ഡ്രസ്സ് മാറ്റിയിട്ട് വന്നിട്ട് വലിക്കുന്നതായിരിക്കും. വീഡിയോയിലൊക്കെ സുഖം വരും. ആ കാണുന്ന കണ്ടില്ലേ, ഇതാണ് നമുക്ക്. ഇത് മറ്റേ കൊച്ചിനെ പേയ്മെന്റ് ചട്ടി എടുത്ത പോലെയാണ് വടി. ഇത് നമ്മൾ സാമ്പാർ റോട്ടി അവര് മുറിച്ച് അവരുടെ പന അവരുടെ പനാണെങ്കിൽ മുറിക്കും നമ്മൾ ചോദിക്കുന്നത്. നമ്മളതിന് കുറെ തൊങ്ക് കഴിച്ചല്ലേ. അത് മുറിച്ചത് അവിടുത്തെ മുറിച്ചാ. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നൊരു പനി ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങളുടെ ശല്യം കാരണം പണ്ടതിന് മേലക്കറി ഡാൻസ് ഒക്കെ കളിച്ചാണ്. എടാ, ഇതിൽ വെക്കുന്നതിനേക്കാളും നല്ലതില്ലേ അതിൽ വെച്ചിട്ട് കയറിയിട്ട് വലിക്കാൻ കിട്ടില്ല. അവിടെ നിന്ന് ഒരു സൗണ്ട് കേട്ടു. തേങ്ങ പോണാണല്ലേ. ആ വ്ളോഗാണ്. ഇതാ നമ്മുടെ സുബിൻ കോസ്റ്റ്യൂം മാറ്റി വന്നിട്ടുണ്ട്. തെങ്ങ് കയറ്റക്കാരൻ. അവസാനം തെങ്ങ് കയറി അത് തളപ്പാണ്ടത് തലയിലിട്ടിരിക്കുന്നു. പ്രൊഫഷണൽ തെങ്ങ്. சார், அவர் இந்த உலகத்துக்கு ஏதோ ஒரு முக்கிய செய்தி சொல்ல வராரு. அவர் கொஞ்சம் சொல்ல விடுங்க. തെങ്ങ് ഗായ്സ്, നമുക്കിത് കുറച്ച് ദൂരത്ത് നിന്ന് ഷൂട്ട് ചെയ്യാം. അതായിരിക്കും നമുക്ക് സേഫ്റ്റി. ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് നൊങ്ക് കുടിക്കാൻ അല്ലേ, ബാംഗ്ലൂരും തൃശ്ശൂരിൽ നിന്നും വന്ന ആൾക്കാരാണ്. மூக்கும் மொழியுமா இருக்கான்னு சொல்லுவாங்களே, அது இந்த மொக்கையன் தான். மீன் போட்டாதீங்கடி. വ്ളോഗ് ലൈവ് പാടത്തിൽ എങ്ങനെ ചാടും എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. எல்லா பைத்தியங்களுமே மென்டல் ஹாஸ்பிட்டல்ல இருக்கணும்னு அவசியம் இல்லை. சில பைத்தியங்க ஊருக்குள்ளேயும் சுத்திட்டு தான் இருக்கு. ഇതിനെ സേഫ് ആയിട്ട് മാറി നിന്നല്ലേ. അതെ, അപ്പൊ നമ്മൾ ഈ പട്ട കാര്യങ്ങളിലൂടെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് കഷ്ടമാണ്. പക്ഷെ നമുക്ക് നോക്കാം, എന്തായാലും കിട്ടും. ഇല്ല, അവനത് പറിച്ചിട്ടേ ഇറങ്ങുള്ളൂ. அவன் பாட்டுக்கு திடீர்னு சட்டையெல்லாம் கட்டி போட்டு அம்மன் கொண்டியா போய் ரோட்ல நிற்பான் சார். अभी मजा आएगा ना. പട്ട വീണതാണ്. സോറി, തെറ്റിദ്ധരിക്കപ്പെട്ടു. അത് പട്ടയാണ് വീണത്. വലിക്ക് അനങ്ങുന്നുണ്ട്.
താഴ്ന്ന കമന്റർ പറയുന്ന ആൾക്കാർ പാമ്പാണ്. അത് ശരി, പാമ്പിന് കടക്കിൽപ്പെട്ട് குண்டல கட்டி வந்து சாகாம என்னென்ன டார்ச்சர் அனுபவிக்கணுமோ எல்லாமே அனுபவிப்பேன். என் சாப்பிடணும் നടക്കുന്നില്ല ഗായ്സ്. സക്സസ് ആയില്ല. കിട്ടി, വലിച്ചോ. സുബിനെ 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 അത് കൊളത്തിയിട്ടില്ലേ, അതിൽ തൂങ്ങ് ആട്. அந்த மாதிரி பையன் நான் கிடையாதுக்கா. எங்க அம்மா அப்பா பாக்குற பொண்ணுதான்க்கா எனக்கு. எங்க அம்மா அப்பா எனக்கு பொண்ணு பார்ப்பாங்க, அந்த பொண்ணு எனக்கு போதும்க்கா. യൂട്യൂബിലിടാൻ പോണാടാ. ഞാനിടും, ഞാൻ മ്യൂട്ട് ചെയ്തിട്ടിടും. ആ ഗായ്സ്, അപ്പോ മറ്റേ ഇരുമ്പ് മുറിക്കുന്ന മറ്റേ വെച്ചിട്ടാണ് വെക്കും. ഗായ്സ്, നമ്മള് കിട്ടിയെന്നാണ് വിചാരിച്ചത്, പക്ഷെ നടക്കുന്നില്ല. അതെ, പക്ഷെ ഈ ടെസ്റ്റ് ഉണ്ടാവും ഇവിടുന്ന് വരില്ല തന്നെ. പക്ഷെ ഇത് നമ്മള് പറിച്ചപ്പ തന്നെയല്ലേ. അതാണ് ക്ഷണോ. ശരത്ത് എന്താണോ പറഞ്ഞത് കേട്ടില്ല, പറയടാ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം അതിൽ മൂർച്ചയില്ല കത്തിയിൽ. അല്ല, നമ്മൾക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അടുത്തത് കയറാൻ കൃഷ്ണാസേ കേറി തൂങ്ങ്. ശരത്ത് പോണ്ട. സുബിനെ സുബിനെ അവര് സുബിനെ അവര് പറയുന്ന കടയിൽ നിന്ന് വാങ്ങി കുടിക്കാന്നാ പറയണ. ആ അല്ലേ, അതാണ് നല്ലത്. അതെ, അവസാനം ഗായ്സ് നമ്മള് പരീക്ഷിക്കുന്നില്ല. എവിടെ നിന്നും പോയാ? നമ്മൾ പരീക്ഷിക്കുന്നില്ല, നമ്മൾ വിജയിച്ചില്ല, അതുകൊണ്ട് നമ്മൾ നിർത്താൻ പോണ. ഓക്കെ, അതെ. സോ സാഡ്. അടുത്ത ആള് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട്, എന്താ ഒന്ന് നോക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് മൂർച്ചയില്ല, നമ്മുടെ കുറച്ച് മൂർച്ച കൂട്ടണം അല്ലേ, അതാണ് സംഭവം, വേറൊന്നുമല്ല. മൂർച്ചയില്ല. അപ്പോൾ അര എടുത്തിട്ട് വരുന്നത് നമ്മുടെ വരും പോകുന്നുണ്ട് അര എടുക്കാൻ. അപ്പൊ ഇവിടെ കട്ട വെയിറ്റിംഗ് ആണ്. പ്രേക്ഷകർ ഇതാ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രേക്ഷകർ അതെ, ഇനി നിവർത്തിയില്ല, ഇനി ഇത് കഴിക്കാണ്ട് പോയില്ല എന്നാണ് പറയണത് ഇവിടെ. അതെ, മൂർച്ചയില്ല. സുബിനെ അതെന്താ പറ്റിയത് സംഭവം? മേലെ എന്തുകൊണ്ട് കിട്ടിയില്ല? കമന്റ്. അതെ, അതെ ഗൈസ്, നമുക്ക് നോക്കാം. നമ്മളിവിടെ ഇത് എന്തായാലും ഇത് ഇടാണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നില്ല. ഇനിയിപ്പോ ശരത്തിന് മരം കയറാൻ പഠിപ്പിച്ചിട്ടായാലും നമ്മളിത് പറിച്ചിട്ട് ഇവിടെ നിന്ന് പോകുള്ളൂ. മൂർച്ചയില്ല ഗൈസ്. അപ്പൊ നമുക്ക് വരും എന്നിട്ട് നോക്കാം. നമ്മുടെ വരുൺ അവിടെ നിന്ന് വരുന്നുണ്ട്. അരം കൊണ്ടുവന്നിട്ടുണ്ട് ഗായ്സ്. നമ്മളിപ്പോ അരം വെച്ച് നമ്മള് ഇതിനെ മൂർച്ച കൂട്ടി ഇന്ന് പറിക്കാൻ പോണം.
സീനാക്കാൻ പോണെന്ന്. സീനാണ് കാശ്. നമ്മൾ എന്തെങ്കിലും രണ്ട് സാധനം കൊണ്ടുവന്നില്ല. അതെ, ഒരു ടൂള് ഇല്ലെങ്കിൽ പുതിയത് കൊണ്ട് വരും. ഇനിയിപ്പോൾ ഒരു രക്ഷയില്ലെന്നാ കടയിൽ നിന്ന് വാങ്ങിയിട്ട് അതിലേ വരിക. മറ്റേ പലരും വാങ്ങിയിട്ട് അതിലേ വരിക പാടത്ത് കൂടെ. ഫോട്ടോ എടുക്കണ്ടേ? എന്ത് പരിപാടി. ഞങ്ങളിവിടെ ഇത്രയും സംഭവം ഇവിടെ ചെയ്യുമ്പോൾ രസവും സാമ്പാറും ഇല്ലാന്ന് എന്താല്ലേ. ഓക്കെ ഗൈസ്, അവർ അപ്പോൾ നമ്മൾ ഇത് മുറിക്കുന്നതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഷൂട്ട് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, കഴിഞ്ഞിട്ട് വാ. ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും പരിശ്രമം നമ്മുടെ പിള്ളേർ തുടങ്ങിയിട്ടുണ്ട്. ആണേ, പുതിയ കുട്ടിയാണേ. ആ, ഇത്തവണ കാഴ്ചക്കാരൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പം നമ്മളൊന്ന് വീണ്ടും മൂർച്ച കൂട്ടിയിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ സൈഡിൽ നിന്ന് പോവാം, കറക്റ്റായിട്ട് കിട്ടും. ഒന്ന് ഗായ്സ്. പ്രേക്ഷകരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എതിർപ്പില്ലേ? നിങ്ങൾ കൃഷ്ണാസിൻ്റെ പിടുത്തം നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ പാടത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്, വളരെ അധികമുണ്ട്. അതെ, എല്ലാവരും കൂടെ മറ്റേത് വരും, തോട്ടി വരും, തോട്ടി ഇങ്ങനെ വരും. ഉടയ്ക്ക് സ്വാമി തേങ്ങ. അതെന്തോ ചെയ്യുന്നുണ്ട്, എന്താണെന്നാണ് നമുക്കറിയാത്തത്. നോക്കാം. ശരത്തെ, എന്താ വീടത്? എന്താ അഭിപ്രായം? എന്താ വീടെന്ന് വെച്ചാൽ നമ്മളുടെ പോരക്കായ് പോരക്കായ് നമ്മുടെ പവർ പോര. ഇതിന് ഇപ്പുറത്തോടെ ഉണ്ട്, ബാക്ക് കൂടെ ഉണ്ട്. അതിന് കൊലയിൽ കറക്റ്റായിട്ട് പറ്റില്ല. പോലീസ് സ്റ്റേഷനാ? നീ എവിടെ പോണു പോലീസ് സ്റ്റേഷനിലേക്ക്? നീ അങ്ങോട്ട് മാറി നിൽക്ക്. അവൻ തോട്ടി എവിടേക്ക് ഇടുന്നു പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഡാടാ പുറകിൽ നോക്കിട്ടാടാ. അയ്യോ, അതാ ഇപ്പൊ അവര് ഏടിയും കൊണ്ട് അവര് മുങ്ങും. അവന്റെ കണ്ണടയൊക്കെ പൊട്ടി. വരുണിന്റെ തല അടിച്ച് വരുൺ ലീവാവാനുള്ള ഒരു 5-6 ദിവസം ലീവാവാനുള്ള പണി എല്ലാം കാണുന്നുണ്ട് ഇവിടെ. സെറ്റല്ലേ? തൂങ്ങിക്കോ, തൂങ്ങ്. ആ, അനാവശ്യമായിട്ട് പ്രോത്സാഹനം കൊടുക്കണം നമ്മൾ, അപ്പോഴേ യു ക്യാൻ ഡു. കമോൺ ടൈഗർ. ഇല്ല, അവൻ വീണതുമില്ലേ, യുറേക്കാന്ന് പറഞ്ഞിട്ട് മറ്റേ തോട്ടി ഒറ്റയിടലാണ് നോക്കിയത് നിങ്ങളുടെ തലയ്ക്ക്. വെള്ളം തെറിച്ചു ഗായ്സ്. വരുണ്ട മുണ്ടൊക്കെ പോയിട്ടുണ്ട്. ആവേശം ഇവിടുന്ന് ആവശ്യമില്ലാത്ത പ്രോത്സാഹനം കൊടുക്കലാണ് അവന്റെ. പല കുഴിയിലും കൊണ്ട് ചാട്ടിച്ചാണ്. ഇപ്പൊ സുബിമാമൻ കണ്ടത്ത് കിടക്കും, അതുവരെ ഇപ്പൊ എടാ അത് പണ്ടങ്ങനെയാണ് തോന്നുന്നു കേട്ടാ. അത് എന്തെങ്കിലും ഞങ്ങൾ വലിക്കും. ഞങ്ങളുടെ അത് കഴിക്കാൻ പറ്റില്ല, കഴിച്ച വയറായിരിക്കും. കല്ല് പോയി വലിക്കടാ. ഇപ്പൊ ഞാൻ കയറി വലിക്കും. ഇത് പൊട്ടും, ഈ റബ്ബർ പൊട്ടും. മരത്തിലേക്ക് വടിയിൽ ഇടഞ്ഞ് കയറില്ല. ഞാൻ ഇറങ്ങില്ല. നടക്കില്ല ഗൈസ്. ഒന്ന് കിട്ടി, ഒരു കൊല്ലം കിട്ടിയിട്ടുണ്ട്. യെസ്, വ്ളോഗിങ്. ഹായ് ഹായ് പറ.
നിങ്ങളുടെ പേരൊക്കെ പറ. ഹലോ ഗായ്സ്, വീഡിയോ കാണുന്നു പറ. സബ്സ്ക്രൈബ് ചെയ്യണം, പറഞ്ഞോ. ഷെയർ ചെയ്യണം, പറ. അത് സപ്ലൈ ചെയ്യണം. എടാ നീ പട്ടയിലിട്ടിട്ടല്ല. കൊല 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 കൊല. സുബിനെ വന്നു, ഏകദേശം മുറിഞ്ഞടാ. പകുതി മുറിഞ്ഞിട്ടുണ്ട് ഗായ്സ്. இங்க விட்டு இந்த நரம்புக்கு மேல உயிர் பட்டுன்னு போயிடும். അതെ, ഏകദേശം സംഭവത്തിയിട്ടുണ്ട്. പിടിക്കാൻ പറ്റുമോ? പാതി മുറിഞ്ഞ് വെച്ച് ബാക്കി നമ്മൾ ശരത്തിൻ്റെ ഇതുപോലത്തെ പാട്ടും കമൻ്റൊക്കെ ഇട്ടങ്ങ അറിയാതെ ക്യാമറ ഓൺ ആക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള എല്ലാം കിട്ടും. സുബിനെ വീഴ്ത്താൻ പോകണമെന്നാണ് അവൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അതെ, ஏன்டா பேசாமே இருக்க மாட்டியாடா? போற இடத்துல எல்லாமே கம்ப்ளைண்ட் தான்டா. ஏன் இப்படி பண்ணிட்டு இருக்க? സംഭവില്ലേ, മറ്റേ കൊമ്പ് കണ്ട ആ പട്ട മുറിഞ്ഞു അവന്റെ. ശരത്തെ, എന്താ നിന്റെ അഭിപ്രായം? എന്താ സംഭവം? എവിടെ നമ്മള് ഫെയിൽ ആയത്? കൊല മാറ്റി കൊത്തി. സിനിമയല്ലേ മോനെ ജീവിതം. സിനിമയല്ല ജീവിതം. സിനിമയിലാണ് നമ്മളിപ്പോ വെട്ടി ഇട്ട് കുടിച്ചു. ഇപ്പഴത്തോട് തോട്ടി കറക്റ്റാണ്. സുബിനെ വലിച്ച വീഴും. ഗായ്സ്, ഇന്ന് രണ്ടിലൊന്ന്. ഇന്ന് തൃശ്ശൂരിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് നമ്മൾ പാലക്കാട് നോമ്പ് കൊടുക്കാണ്ട് വിടും. എന്തുകൊണ്ടാ വലിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞേ? മാമനെ വലിച്ചറിയില്ല. സുബി മാമനെ വലിക്കാൻ അറിയില്ല എന്നാണ് സുബിന്റെ മരുമകള് പറഞ്ഞിരിക്കുന്നത്. സെറ്റ് വലി എടാ, അത് അപ്പുറത്തേക്ക് പെട്ടു. നമ്മളെ തോട്ടിന്റെ കത്തി പോയി. എടാ, അടുത്ത കൊടുവാൾ എടുത്തിട്ടോ, നമുക്ക് കേറി വലിക്കാം. നടക്കില്ല, അത് വരുണ്ട പൈപ്പും എല്ലാം പോയി. നമ്മള് ഫെയിൽഡ് ആയിട്ടില്ല കേട്ടോ. നമ്മൾ അത് സത്യമാണ്. എന്താ നമ്മള് ഒരു കൊല വലിച്ചു, അതിന് മുമ്പ് ഒരു പട്ടയും താഴെ ഇട്ടു. നമ്മള് ഫെയിൽഡ് ആയിട്ടില്ല. എന്താ ശരത്തെ? നമ്മള് ഫെയിൽഡ് ആയിട്ടില്ല. നമ്മൾ സെറ്റാണ്. മലപ്പുറം കത്തി വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ കൃഷ്ണസേ, എന്താ അഭിപ്രായം? തോട്ടി ശരിയാക്കണം. അതെ, വിചാരിച്ച വീട്ടൊക്കെ ചെയ്യാം. ഗായ്സ്, നമ്മളിത് സൈൻ ഓഫ് ചെയ്യണം. അവസാനം എന്താ പറയാ, സൈൻ ഓഫ് അല്ല, നമുക്ക് ഇനി അതെങ്ങനെ കുടിക്കുന്നത് കാണിച്ചു തരാം. സുബിന്റെ കൊല, സുബിനിട്ട കൊല. പിടിച്ചോ. പിടിക്കാനുള്ള വെയിറ്റും താങ്ങാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഗായ്സ്, നമുക്കിനി അടുത്തായിട്ട് നമുക്കത് വെട്ടി കുടിക്കുന്നതാണ്. നമുക്ക് വേണ്ട, കാരണം നമ്മളിതൊക്കെ ഡെയിലി കുടിക്കുന്നതാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മളൊന്നും കുടിക്കാറില്ല. പണ്ടൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് അതിൻ്റെ ഇടയിൽ കൂടെ നൈസിൽ കണ്ട എന്തൊക്കെയായിരുന്നു സുബിന്റെ കയറുകൊണ്ടൊന്ന് കട്ടല് പറയ്. കത്തി അമ്പും ബില്ല് അവസാനം പവനായി ശവമായി. പാകെ കിട്ടിയ നൊങ്കാണ് ഗൈസ്. ഇതാണ് ഇത്രയും നേരത്തെ കഷ്ടപ്പാടിന്റെ ഫലം എന്ന് പറയുന്നത്. അവിടെ ഒരുത്തം കണ്ടില്ലേ പാടത്ത്. അപ്പോൾ ഗൈസ്, നമ്മൾ വലിച്ചതിൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കാണിക്കാതായത്. അത് സംഭവം ഭയങ്കര പച്ചയായിരുന്നു. അപ്പോൾ ഫെയിലായിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. ചിരിക്കണ്ട, ഞാൻ വ്ളോഗറാണ്. குமாருங்க, நீங்க பேசுறதே இரிட்டேட்டிங்கா இருக்கு. சம்பந்தம் இல்லாம பேசிட்டு இருக்கீங்க. சுருக்கமா சொல்லும்போது வயிற்றுச்சல் அப்படின்னு சொல்லலாம். பட் சாப விடுவேன் இப்ப கொஞ்ச நேரத்துல இப்படியே போச்சுன்னா.